ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് സമയം ഒരു 3 മണി ആയിട്ടുണ്ടാവും. ഞാൻ സേമിയ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം സേമിയ പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് അവർക്ക് 4 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് ഒരു 3 കിലോ അരി പൊടിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ പോയി 10 മണിയൊക്കെ ആയപ്പം അതങ്ങനെ എടുത്തു വെച്ചു. ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് വറുത്തെടുക്കുകയാണ്. ഒരു 2 ട്രിപ്പ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഗ്യാസിലാണ് വറക്കുന്നത്. അപ്പോൾ നൈസായിട്ടാണ് പൊടിക്കുക. അപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതും അങ്ങ് വറുത്തെടുക്കുകയാണ്. അപ്പോൾ വറുത്തെടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അരി വറക്കുമ്പോൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് വേഗം ആവും കേട്ടോ. ആ പാത്രമൊക്കെ ഒന്ന് ചൂടായി സെറ്റായി വരുമ്പോൾ ഇത്തിരി സമയമെടുക്കും ആദ്യം വറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം നിന്നിങ്ങനെ വറുത്തെടുക്കണം. നല്ല രീതിയിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സമയമാവും. അപ്പോൾ അങ്ങനെ വറുത്തെടുക്കുകയാണേ. അപ്പോൾ അരിയെല്ലാം വറുത്ത് ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ചൂട് തണിയുമ്പോൾ ഒന്നും കൂടി മിക്സിയിൽ ആ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തതിന് ശേഷം ടിന്നുകളിലാക്കി വെക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഒരു മാസത്തേക്ക് ഒരു 3 കിലോ ഒക്കെ ഞങ്ങൾക്ക് മതി. പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ അരി ഇടും. പിന്നെ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇത് പുട്ടുണ്ടാക്കാനും ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊഴുക്കട്ട, പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വറുത്ത് ആ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ വേറെ ബോട്ടിലാക്കി വെച്ചാൽ മതിയാവും. അപ്പം നിലത്തൊക്കെ അരിയൊക്കെ വറുക്കുകയാണെങ്കിൽ നിലത്തൊക്കെ നിറയെ പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ പൊടിയെല്ലാം അടിച്ച് വാരി ഒന്ന് എടുക്കുകയാണ് കേട്ടോ. സമയം 4 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഞാൻ പായസം വെച്ചിട്ടുണ്ട്. എന്നാലും ചായയും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് ചായ വേണം. അപ്പോൾ കുറച്ച് ചായയും കൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ചോറ് വെച്ചിട്ടുണ്ട്, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് വൈകുന്നേരത്തെ എൻ്റെ ഒരു വിശേഷങ്ങൾ. ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.